എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നും ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസൊക്കെ കാണണമെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഇതാ രാവിലെ മുതൽ നമ്മുടെ വീഡിയോസ് എടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2-3 ദിവസമായി നമ്മുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ വണ്ടി നിൽക്കുന്നത്. നമ്മുടെ വീട്ടിൽ കുറച്ച് പണികൾ അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കാര്യമായിട്ടുള്ള വലിയ തറയൊന്നും എടുക്കുന്നില്ലെങ്കിലും ഒരു റൂമിൻ്റെ തറ തന്നെ എടുക്കുന്നുള്ളൂ. പക്ഷേ എന്നാലും നമുക്ക് സൈഡ് കൂടെ കുറേ പൈപ്പും ബോർവെൽ കണക്ഷനും ഒക്കെ പോകുന്നുണ്ട് കേട്ടോ നമ്മൾ വീട് വരുന്ന നേരിട്ട് തന്നെ. അപ്പോൾ അതിൻ്റെയൊക്കെ മാറ്റി പിന്നെ അത് അപ്പുറത്തും ഇപ്പുറത്തും കൂടെയൊക്കെ ഇടാനായിട്ട് കുറേ സമയം പിടിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഇത് വേറെ വർക്ക് കിട്ടുമ്പോഴേ നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് പോവുള്ളൂ. അപ്പോൾ ഇന്ന് എന്തായാലും ഏട്ടൻ പണിക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വേറെ വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. തറയൊക്കെ എടുത്തു. പിന്നെ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ബോർവെൽ കണക്ഷനും പൈപ്പിൻ്റെ ഒരു അടിയിൽ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ മാറ്റി അപ്പുറത്ത് സൈഡ് കൂടെ ആക്കിയിട്ടുണ്ട്. ആ പണികളൊക്കെ ഒരുക്കി. പിന്നെ തറയെടുത്തു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ തറയിൽ കല്ലിടാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. പണിക്കാർ വരുന്നുണ്ട് അസ്ഥിവാരം കെട്ടാനായിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഏട്ടന് പണിയുള്ളത് കൊണ്ട് ഏട്ടൻ പോവും. അപ്പോൾ ഏട്ടൻ പോകുമ്പോഴത്തേക്കും ഞാൻ ഏട്ടന് കഴിക്കാനുള്ളതൊക്കെ ഉപ്പുമാവ് സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ്. പിന്നെ നമ്മുടെ അസ്ഥിവാരത്ത് കല്ലിടുന്ന ദിവസമാണല്ലോ, ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ ചെറുതായിട്ട് നമ്മൾ കല്ലൊക്കെ ആദ്യമായിട്ട് ഇടുമ്പോൾ പൂജയൊക്കെ കഴിക്കുമല്ലോ. അപ്പോൾ അവർ വന്നിട്ട് അതും ചെയ്തിട്ട് പിന്നെ തുടങ്ങുള്ളൂ കേട്ടോ പണി. അപ്പോൾ പണിക്കാരൊക്കെ എത്തുന്നുള്ളൂ. അപ്പോൾ ഏട്ടൻ എന്തായാലും ഇതാ അവിടെ വണ്ടി കൊണ്ട് ചെറുതായിട്ട് മണ്ണും അതും ഇതൊക്കെ നീക്കാനൊക്കെ ഉണ്ടായിരുന്നു രാവിലെ. അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും പണിക്കാരെത്തി. അപ്പോൾ കല്ലിടൽ ചടങ്ങിൽ എന്താ ചെറുതായിട്ടുള്ള പൂജയും കാര്യങ്ങളൊക്കെ ഇട്ടു. അപ്പോൾ പണിക്ക് വന്ന ഏട്ടന്മാർ തന്നെയാണ് കേട്ടോ പൂജ കഴിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് നമ്മൾ വേറെ ആരെയും വിളിക്കുന്നൊന്നുമില്ല. അപ്പോൾ അവർ തന്നെ അത് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തറക്കല്ലിടാനായിട്ടുള്ള വിളക്കൊക്കെ കത്തിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം എന്താ കുറ്റി അടിക്കുമ്പോൾ പൂജ ചെയ്തല്ലോ. അപ്പോൾ അതുപോലെ ഭൂമി പൂജ ചെയ്തിട്ട് കല്ലൊക്കെ എടുത്തിട്ട് ഇടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും അവർ വന്നു. അവരും പൂജയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെ വീട്ടിൻ്റെ ഉടമസ്ഥരും പൂജയൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ അസ്ഥിവാരത്തിൽ കല്ലിടുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടനാണ് അത് ചെയ്യണത്. ഏട്ടനാണല്ലോ ഗൃഹനാഥൻ. അപ്പോൾ ഏട്ടനെ കൊണ്ട് കന്നിമൂലയിൽ ആദ്യത്തെ കല്ല് വയ്ക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പൂജ കഴിച്ചെടുത്ത് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് എന്തായാലും കല്ലിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിട്ടിട്ട് വേണം ഏട്ടനെ പണിക്ക് പോകാനായിട്ട്. അപ്പോൾ എന്തായാലും ഏട്ടൻ ആ ഒരു പണിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏട്ടൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഏട്ടൻ എന്തായാലും പണിക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്, വണ്ടി എടുക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതപ്പോൾ വെച്ച കല്ലിനെ നന്നായിട്ട് ഉറപ്പിക്കാനായിട്ട് അവർ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവർ എന്തായാലും പണി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഏട്ടൻ വണ്ടി എടുത്തിട്ട് പോകാൻ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് തറ കലക്കണ ആ ഒരു സമയത്ത് മാത്രമേ കൊണ്ടുവരുള്ളൂ കേട്ടോ വണ്ടി. അപ്പോൾ എന്തായാലും പോണ പോക്കിൽ കല്ലൊക്കെ ഒന്ന് കരിങ്കല്ലൊക്കെ ഒന്ന് ഈ അടുത്തേക്ക് ആക്കി ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അവർക്കും ബുദ്ധിമുട്ടില്ലല്ലോ, ഒന്ന് നന്നായിട്ട് അവിടെ അസ്ഥിവാരത്തിൻ്റെ അടുത്ത് കൊണ്ടിട്ടാലേ. അപ്പോൾ അതും ചെയ്തിട്ട് പിന്നെ ഏട്ടൻ അങ്ങനെ വണ്ടി കയറ്റാനായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ വണ്ടി കയറ്റിയിട്ട് ആളെ പോവും. പിന്നെ നമുക്ക് ഈ പണിക്കാർക്ക് ഉള്ള 10 മണിക്കുള്ള കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ആയിട്ട് നിൽക്കണം. പിന്നെ വിഷു തലേന്നായതുകൊണ്ട് തന്നെ നമ്മളിതാ പണികളൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വിഷു ആയി വെച്ചാൽ 2-3 ദിവസമൊക്കെ ലീവായിരിക്കും. ഞായറാഴ്ച തിങ്കളാഴ്ച വിഷു അങ്ങനെ പണിക്കാർക്കൊന്നും വരാനും പറ്റില്ല. അപ്പോൾ എന്തായാലും ഒരു ദിവസം തറക്കല്ല് അടിമട്ടമൊക്കെ ഇട്ട് വെക്കാമെന്ന് പറഞ്ഞിട്ട് അവർ വന്നിട്ടുണ്ട് കേട്ടോ. പണിക്കാരെ കിട്ടുമ്പോൾ ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മുടെ ആ സൗകര്യത്തിനാവുമ്പോൾ അവർക്കും ബുദ്ധിമുട്ടാണ്. അവർക്ക് വേറെ ഏതെങ്കിലും സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ വരണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മളെന്തായാലും വേണ്ടാന്ന് പറഞ്ഞില്ല. അപ്പോൾ എന്തായാലും വന്ന് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വരാൻ പറഞ്ഞാണ്. അപ്പോൾ എന്തായാലും മുഹൂർത്തമൊക്കെ നോക്കി 9 മണീൻ്റെ ഉള്ളിൽ കല്ല് വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തായാലും ഏട്ടൻ കല്ലൊക്കെ വെച്ച് എല്ലാം സെറ്റാക്കിയിട്ട് പോയിട്ടുണ്ട്. പിന്നെ അവർ പണിക്കാർ നോക്കിക്കോളുമല്ലോ. അങ്ങനെ രാവിലെ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. എനിക്കും ഏട്ടനും പിള്ളേർക്കും ഉള്ളത് മാത്രം, ഞങ്ങൾക്ക് മാത്രമുള്ളതേ ഉണ്ടാക്കിയുള്ളൂ. പിന്നെ വീണ്ടും ഒരു 10 മണിയൊക്കെ ആയപ്പോൾ 10:30 ആയപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടെ ഉപ്പുമാവ് ഉണ്ടാക്കി. കാരണം രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ച് തണുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കഴിക്കാൻ കൊടുക്കുമ്പോൾ 11 മണിക്ക് കഴിക്കാൻ കൊടുക്കുന്ന സമയത്ത് പിന്നെ തണുത്ത് പോകില്ലേ. അപ്പോൾ പിന്നെ ഞാൻ ബാക്കി പിന്നെയാണ് കേട്ടോ ഉണ്ടാക്കി, രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചില്ല.
കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ എന്തായാലും പണിക്കാർ 4 പേരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കുള്ള ചായയും ഉപ്പുമാവും പിന്നെ ചട്നി പഴം ഒക്കെ കൂടെ ആണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ വീട് പണിയൊക്കെ തുടങ്ങി വെച്ചാൽ ഇങ്ങനെ തന്നെ അല്ലേ, വീട്ടിലെ വീട്ടമ്മമാർക്ക് അവർക്ക് 10 മണിക്കുള്ള ഭക്ഷണമൊക്കെ കൊടുക്കണം. ചിലർ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കൊടുക്കും, ചിലരൊന്നും കൊടുക്കാറുമില്ല. കരാറൊക്കെ ചെയ്യുമ്പോഴൊന്നും ഭക്ഷണമൊന്നും കൊടുക്കാറില്ല. പിന്നെ നമ്മൾ എന്താ പറഞ്ഞാൽ ആദ്യമായിട്ട് തറ പണിയല്ലേ, കരിങ്കല്ല് പണിയായതുകൊണ്ട് പിന്നെ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്, നമുക്ക് അത്രയും നല്ലത് തന്നെയാണ് അല്ലേ. ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് അത്രയും കടുകട്ടിയുള്ള പണിയല്ലേ എടുക്കുന്നത്. അപ്പോൾ അതൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല, അതൊന്നും കണക്കാക്കണ്ട. നമുക്ക് പറ്റും പോലെയൊക്കെ നമുക്ക് ചെയ്യാം, ഒരുപാടൊന്നും ഇല്ലെങ്കിൽ നമ്മളെ കൊണ്ട് സാധിക്കുന്ന പോലെയൊക്കെ നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കുക. അങ്ങനെ നമ്മളിതാ 10 മണിക്കുള്ള കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി ഏട്ടന്മാർക്ക് കൊടുത്തു. പിന്നെ ഞാനിതാ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉച്ചക്കത്തേക്ക് ചോറ് വേണമല്ലോ, അപ്പം അതിനുള്ള വെള്ളമൊക്കെ വെച്ച് അരി ഇട്ടിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് കറി വെക്കുന്നത് 2 മുരിങ്ങക്കായും 1 മാങ്ങയേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പരിപ്പും മുരിങ്ങക്കായും മാങ്ങയും കൂടെ ഇട്ടിട്ട് വെക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കുക്കറിനകത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പരിപ്പ്. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് പണിക്കാർ അത് ഇതും വേണമെന്ന് പറയുമ്പോൾ അങ്ങോട്ട് ഓടുന്നുണ്ട്. പിന്നെ അടുക്കളപ്പണിയൊക്കെ ആകുമ്പോൾ ഉച്ചയാവും കേട്ടോ നമ്മുടെ വീട്ടിലെ പണികളൊക്കെ ഒരുങ്ങുമ്പോഴേക്കും. അപ്പോൾ ഞാനിങ്ങനെ കടയ്ക്കൊക്കെ ഓരോ ആവശ്യങ്ങൾ അവർ പറയുമ്പോൾ നമ്മൾ പിന്നെ അത് വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ഏട്ടനും ഇല്ലല്ലോ, ഏട്ടൻ പണിക്ക് പോയതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ ഓടണം. അപ്പോൾ എന്തായാലും അവർക്കുള്ളതൊക്കെ ചെയ്തു കൊടുത്ത് പിന്നെയാണ് കേട്ടോ ഞാൻ അടുക്കളപ്പണിക്ക് നിന്നത്. അപ്പോൾ എന്തായാലും ഇതാ മുരിങ്ങക്കായൊക്കെ ചെത്തി കൂട്ടാനൊക്കെ വെക്കാനായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇന്നിപ്പോൾ ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പണി. ഇനിയിപ്പോൾ അടിത്തറ ഇട്ടു, പിന്നെ നമ്മളത് മണ്ണിട്ട് തരിപ്പിക്കണം. അതിന് ശേഷം നമുക്ക് മേലെ അങ്ങോട്ട് കെട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ ഉച്ചവരെ പണിയെടുത്തിട്ട് പോയിട്ടാണ്. ഉച്ചയ്ക്ക് ഉണ്ണാനായപ്പോൾ പിന്നെ അവർ അടിമട്ടം മൊത്തം ഇട്ടിട്ട് പോയി. പിന്നെ ഇപ്പോൾ മണ്ണൊക്കെ ഇട്ട് തരിപ്പിച്ച് റെഡിയാക്കിയതിന് ശേഷം മാത്രമേ ഇനി മുകളിലേക്ക് കെട്ടുള്ളൂ. അതിപ്പോൾ ഇടയിൽ വിഷു ഒക്കെ വരുന്നതുകൊണ്ട് എന്ത് ചെയ്യുമെന്നറിയില്ല. കല്ലും കുറച്ച് തയ്യില്ല, പിന്നെയും 2 യൂണിറ്റ് കല്ലൊക്കെ അടിക്കണം. ഇനിയിപ്പോൾ അതൊക്കെ വന്നാലേ ഇനി പണി തുടങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഉച്ചയ്ക്കുള്ള ചോറും കറിയൊക്കെ വെച്ചു. പിന്നെ ഞാൻ വീഡിയോ എടുത്തത് വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് മണ്ണൊക്കെ കോരിയിടാനുണ്ടായിരുന്നു തറയിൽ. അപ്പോൾ അതൊക്കെ ഞാനും ചാരുമോളും കൂടെ ചെയ്തു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഇത്തിരി സേമിയ പായസം വെച്ചു കേട്ടോ. കാരണം ഇന്നലെ പാല് വാങ്ങിച്ചിട്ട് വന്നിട്ട് തറ കുറ്റിയടിക്കുന്ന ദിവസം ചെട്ടിക്കുട്ടിൻ്റെ പിറന്നാളായിരുന്നു. ആ ഒരു ദിവസം തിരക്കായതുകൊണ്ട് കുറ്റിയടി കഴിഞ്ഞതും പിന്നെ ഏട്ടൻ മുറ്റത്ത് പണി എടുക്കുന്നത് കൊണ്ട് തന്നെ എനിക്കും അവിടെ കുറച്ച് നേരം പണി ഏട്ടൻ്റെ ഒപ്പം അതും ഇതൊക്കെ മാറ്റാനും മുറിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്ന് പായസമൊന്നും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റിയില്ല. ചെട്ടിക്കുട്ടിക്ക് ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അവൾ അമ്പലത്തിൽ പോയിട്ട് വന്ന് അമ്പലത്തിലൊരു പായസം കൊടുത്തു എന്നേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പം ഞാൻ പാല് വാങ്ങിച്ചതും ഫ്രിഡ്ജിനകത്തുണ്ട്. പായസമൊക്കെ വെക്കാമെന്ന് പറഞ്ഞിട്ട് 2 ലിറ്റർ പാലും ഒക്കെ വാങ്ങിച്ച് വെച്ചു. പക്ഷെ ഒന്നും ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ അമ്മയും ആങ്ങളെയൊക്കെ വന്ന് അവർ അപ്പം തന്നെ കുറച്ച് നേരം നിന്നുകൊണ്ട് പോയി. ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാൻ നിന്നില്ല. അപ്പോൾ പിന്നെ എന്തായാലും പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ പിറ്റേ ദിവസം വൈകുന്നേരമാണ് ഞാൻ പാൽപ്പായസം ഉണ്ടാക്കിയത്. അപ്പോൾ എന്തായാലും സേമിയ പായസം വെച്ചിട്ടുണ്ട്, പിന്നെ പപ്പടവും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. സേമിയ പായസം ഉണ്ടെങ്കിൽ, സേമിയ പായസമല്ല എന്ത് പായസം ഉണ്ടാക്കുകയാണെങ്കിൽ ഇവിടെ പപ്പടം വേണം കുട്ടികൾക്ക്. അപ്പോൾ എന്തായാലും പായസമൊക്കെ ഉണ്ടാക്കി വൈകുന്നേരം ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോൾ പായസമൊക്കെ ഉണ്ടാക്കി പപ്പടവും വറുത്ത് അങ്ങനെ ഞങ്ങൾ പിന്നെ കഴിച്ചു കേട്ടോ. പായസവും പപ്പടവും ഇന്നലെ പിറന്നാൾ കഴിഞ്ഞിട്ട് ഇന്നാണ് നമ്മൾ കഴിക്കുന്നത്, പായസം കഴിക്കുന്നത്. അപ്പോൾ ഓരോ തിരക്ക് വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാറുക അല്ലേ. അപ്പോൾ കുട്ടികൾക്ക് വിഷമം ഉണ്ടാകും അന്ന് ദിവസം ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട്, എന്നാലും കാര്യമില്ല. അപ്പോൾ നമ്മൾ സേമിയ പായസമൊക്കെ ഉണ്ടാക്കി. ചെട്ടിക്കുട്ടിൻ്റെ പിറന്നാൾ ഇന്നലെ കഴിഞ്ഞു. പിറന്നാളായിട്ട് എനിക്കൊന്നും ചെയ്യാനും പറ്റിയില്ല, അതുപോലെ സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴാണെങ്കിലും ഒരു പായസം ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ 4 പേർക്കുള്ളതൊക്കെ പ്ലേറ്റിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാറാനായിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അതുവരെയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ, ബൈ.